ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കാണിക്കുന്നത്. എല്ലാവരെ പോലെയും വെറൈറ്റി ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ജസ്റ്റ് യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തന്നെ ഞാൻ കാണിക്കുന്നുള്ളൂ. എൻ്റെ ഒരു ഡേ എന്ന് പറയുമ്പം രാവിലെ എണ്ണിക്കുക, ഡ്യൂട്ടിക്ക് പോകുക, തിരിച്ചു വരിക, പിന്നെ ഉറങ്ങുക, ഇത് മാത്രം തന്നെയുള്ളൂ. ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്ന സമയമുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക, ഓക്കെ. അപ്പം രാവിലെ എനിക്ക് ഇന്നത്തെ ഡ്യൂട്ടി 9 o'clock to 7 o'clock ആണ്. അപ്പോൾ 8:40 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 15 minutes ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാമേ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് അൽറൈം ഐലൻഡ്, അബുദാബിയിലുള്ള അൽറൈം ഐലൻഡ്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് സ്റ്റം ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത്. സ്റ്റം ബിൽഡിംഗ് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയായിരിക്കും, UAE-യിലുള്ളവർക്ക്. ഈ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് കണ്ടാൽ ഷിപ്പ് പോലെ തോന്നിക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് റീമിലുള്ളൊരു ബിൽഡിംഗ് ആണ്. അങ്ങനെ ഞാൻ 9 o'clock ആയപ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഒരു കോഫി കുടിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ സമയം നീക്കി 7 മണി വരെ ആക്കി. കറക്റ്റ് 7 മണി ആയപ്പോഴത്തേക്കും ഞാൻ ഡ്യൂട്ടി ഫിനിഷാക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടാലോ. രാവിലെ കണ്ട കാഴ്ചകളിനേക്കാൾ മൊത്തത്തിൽ വ്യത്യാസമായിട്ടുള്ളൊരു കാഴ്ചകളായിരിക്കും നൈറ്റ് കാണുന്നത്. കാരണം മോർണിംഗ് എല്ലാ ബിൽഡിങ്ങും സെയിം കളറിലൊക്കെ നമുക്ക് തോന്നും. ജസ്റ്റ് ഒരു മോർണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇതിപ്പോൾ നൈറ്റ് ഒരുപാട് ലൈറ്റ്സും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ബിൽഡിങ്ങുകളും നല്ല നല്ല ഭംഗിയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാമേ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. ഇത് ഞാൻ രാവിലെ കാണിച്ചു തന്ന സ്റ്റം ബിൽഡിംഗ് ആണ്. നൈറ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ചില സമയത്ത് ദീപാവലി സെലിബ്രേഷനൊക്കെ ഉള്ളപ്പം ഇതിൽ പല കളേഴ്സിൽ കാണും. ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കില്ല, ആ സമയത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി ഈ കാണുന്നത് ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ അപ്പുറത്ത് കടലാണ് ഈ കാണുന്നത്. നമ്മൾ രാവിലെ പോയ സമയത്ത് അപ്പുറത്തെ സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡ് വഴിയാണ് നമ്മൾ പോയത്. അത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഉള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ ബസ്സിൽ നിന്നിറങ്ങി ഞാൻ മാക്ഡൊണാൾഡ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 2 ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് പോയത്. എനിക്ക് ഇവിടുത്തെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. 2 dirhams ഒരു ഐസ്ക്രീമിന് 2 dirhams ആണുള്ളത്. അങ്ങനെ ഞാൻ 2 ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കുമല്ല, എനിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നു. ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് തരും. കാരണം വിശപ്പ് കാരണം നമ്മളിത് ആദ്യമേ കഴിക്കും. പിന്നെ പകുതി വിശപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പുട്ടും ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറേ ചോക്ലേറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചോക്ലേറ്റ്സ്. അങ്ങനെ ഞാൻ കുറച്ച് പുളിമിഠായി വാങ്ങിച്ചു. തേൻ മിഠായി, മിച്ചർ മിഠായി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ജിലേബിയും ലഡുവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് എരിവ് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് ഏറെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ലബനപ്പും അതിൽ ഒമാൻ ചിപ്സും ആഡ് ചെയ്ത് കഴിക്കുന്ന, UAE-യിലുള്ള ഒരു മധുരപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഒമാൻ ചിപ്സ് കാണുമായിരിക്കും. അങ്ങനെ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചില സമയത്തൊക്കെ കഴിക്കാറുണ്ട്.
നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഈ എരിവും പുളിയും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. ബൈ.